ബംഗ്ലാവിൽ ഔതയ്ക്ക് ഈ കിളിച്ചുണ്ടനച്ഛനെ പോലെ പ്രസംഗിക്കാനൊന്നും വലിയ ശീലമില്ല. ഔത ഒരു കൃഷിക്കാരനാ. ഔത പഠിച്ചത് കിളക്കാനും വിത്തിടാനും വിള കൊയ്യാനും മാത്രമാ. ശവം സൂക്ഷിക്കാൻ ഇപ്പൊ കെട്ടിടം ഉണ്ടാക്കിയ ഈ ഔത ഈശോമിശിഹായുടെ കൽപ്പന പ്രകാരം മിന്നുകെട്ടിയ പെണ്ണമ്മയുടെ ഗർഭത്തിലിട്ട വിത്ത് നാലും മുളച്ചു. മൂത്ത വിത്തിന്റെ പേര് അന്തപ്പൻ. അവനിപ്പൊ തഴച്ചു വളർന്ന അമേരിക്കയിലാ. രണ്ടാമത്തെ വിത്ത് ജോണിയും അവന്റെ കെട്ടിയതും അവനിട്ട വിത്തുകളും ഇപ്പൊ അങ്ങ് കാനഡയിലാ. എവിടെയാ കാനഡ വല്ല പിടിയുണ്ടോ? ഔതക്ക് പറഞ്ഞൂടാ. മൂന്നാമത്തെ വിത്ത് പാപ്പിക്കുഞ്ഞ്. അവൻ വിദേശത്താണോ സ്വദേശത്താണോ ഒരു പിടിയില്ല. അതങ്ങ് കാറ്റത്ത് പറന്നുപോയി. പിന്നെ പെണ്ണായിട്ടൊരു വിത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവളും അവക്ക് കിട്ടിയ വിത്തുകളും ഒക്കെ അങ്ങ് ജർമ്മനിയിലാ. അത് ഭൂമിയുടെ ഏതറ്റത്താണെന്ന് ഈശോമിശിഹാമെന്ന് പറഞ്ഞു തന്നാ പോലും ഈ ഔതക്ക് മനസ്സിലാകുകയല്ല. അല്ല, മനസ്സിലാക്കിയിട്ട് എന്തിനാ? ഈ വിത്തുകളൊക്കെ ഔതയ്ക്ക് മുളപ്പിച്ച് തന്ന ഔതയുടെ പെണ്ണമ്മ എന്ന ഔതയെ വിട്ടു പോയോ അന്നു മുതൽ ഔതയ്ക്ക് ഇതെല്ലാം കെട്ടിക്കാഴ്ച മാത്രമുള്ളൂ. സ്വന്തം എന്ന് പറയാൻ ഔതയ്ക്കൊരു നായിന്റെ പോലും ഇല്ല. എല്ലാ വിത്തുകൾക്കും ഔത ഉണ്ടാക്കിയത് ഇങ്ങനെ വാരിക്കോരി എടുക്കണം. എന്നാലോ ഔത ഒരു വിത്തിനും വേണ്ട. നീ പോടാ. ഔതയ്ക്ക് പറയാനുള്ള ഔത പറയും. ഇങ്ങനൊരു കെട്ടിടം കെട്ടാന്ന് ഔത പറഞ്ഞപ്പോ വേണ്ടാന്ന് ആദ്യം പറഞ്ഞത് ഇവരാ. മക്കള് വിദേശത്താണെങ്കിലും ചത്തുപോയ അപ്പച്ചനെ അമ്മച്ചിയെ ഐസ് പെട്ടിയിലിട്ട് വെക്കുന്ന നെരുവുകേടാണെന്ന് ഇവൻ പറഞ്ഞു. അല്ല, ഇവൻ പറയുന്നത് നേരാ. എന്നാലും ഐസ് പെട്ടി കിടന്ന് തണുത്ത് വിറച്ചിട്ടാണെങ്കിലും സ്വന്തം മക്കളെ കാണണമെന്ന് ഏതൊരു അപ്പനോ അമ്മയ്ക്കും മോഹം ഉണ്ടാവില്ലേ? ഈ ഔതയ്ക്ക് ഔതയുടെ മക്കളെയും ഔതയുടെ കൊച്ചുമക്കളെയും കാണണമെന്ന് മോഹമുണ്ട്. നിങ്ങൾക്കില്ലേ മോഹം? ആ, കൊച്ചു പറയും ഇതിന് മോഹമില്ലേ? ആ, ഈശോക്ക് മോഹമില്ലേ? ആ, അന്നമ്മ കുഞ്ഞിന് എപ്പോഴും എന്നോട് പറയാറില്ലേ? അതുകൊണ്ടാണ് മക്കള് വരുന്നവരെ അപ്പനെ അമ്മച്ചിയൊക്കെ സൂക്ഷിക്കാൻ ഇങ്ങനൊരു പരിപാടി നല്ലതാണെന്ന് ഈ ഔതയ്ക്ക് തോന്നിയത്. സർക്കാർ ആശുപത്രിയിൽ ഐസ് പെട്ടി പോലെ അല്ലത്. ഇത് ഔതയുടെ ഐസ് പെട്ടി. ഇവിടെ പൂന്തോട്ടമുണ്ട്. കാണാൻ വരുന്നവർക്ക് സങ്കടം പറഞ്ഞിരിക്കാനും പ്രാർത്ഥിക്കാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വലിയ വാടകയൊന്നുമില്ല. എന്നാലും വിദേശത്തുള്ള മക്കളുടെ അന്തസ് കുറയാത്ത തരത്തിലുള്ള വാടക ഇടാൻ കൃഷ്ണൻ ഉണ്ണിയോട് ഔത പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ ഇന്ന് ആദ്യം കിടക്കാൻ വരുന്ന കറിയാച്ചന് ഇന്നു മുതൽ മക്കള് വരുന്നവരെയുള്ള കിടത്തം ഫ്രീയാ. എന്താ, അങ്ങനെയല്ലടാ? കറിയാച്ച മുതലാളിയുടെ ശവം ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞേ? എന്താ കാര്യം? ബന്ധുക്കളെ സമ്മതിച്ചിട്ടാ കൊണ്ടുവന്നത്. എന്നാ ഞങ്ങൾക്ക് സമ്മതമല്ല. ബോർഡ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വിട്ടുകിട്ടണം. ഇല്ലെങ്കിലോ? കൃഷ്ണനുണ്ണി, കൊണ്ടുപോവാൻ പറ. ചത്തിട്ടാണെങ്കിലും സൂചിച്ച് കിടക്കാൻ ദൈവം കറിയാച്ചന് യോഗം കൊടുത്തതാ. അതും ഇല്ലാതൊക്കെ ഇറങ്ങിയിരിക്കുക ചെകുത്താമാര്. നല്ലോണം ഉച്ചോറ്. അതെ, അങ്ങനെ വിട്ടുകൊടുക്കരുത് പാപ്പ. ഉദ്ഘാടനത്തിന് ശവം വേണമെന്ന് കിളിച്ചുണ്ടനച്ഛൻ പറഞ്ഞതുകൊണ്ട് 7000 രൂപ എണ്ണിക്കൊടുത്താ കറിയാച്ചനെ പൊക്കിയത്. അവര് കൊണ്ടുപോയി. ഉദ്ഘാടനം കലക്കാൻ തൊമ്മിച്ച കളിച്ചതാ വിട്ടുകളാ. ഇതാണ് വർക്കിച്ച തൊമ്മിച്ചനും അവതയും തമ്മിലുള്ള കളി. അവൻ ശവം വിറ്റും കാശ് വാരും, ഞാൻ ആ ശവം പൊക്കി അവന്റെ കാശ് തീർപ്പിക്കും. 47 കൊല്ലം മുമ്പ് ഞാനും അവനും ഒന്നിച്ചാടായി മണ്ണ് കിളച്ചത്. അതിനെത്ര കൊയ്താലും എന്നെ ചതിച്ച അന്നു മുതൽ അവന്റെ കാലം ഞാനാണ്. കൊല്ലില്ല ഞാൻ, പിന്നെ പക്ഷെ കൊല്ലാതെ കൊല്ലും. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടിയേ. ത്രേസ്യയെ കെട്ടി ജർമ്മനിയിൽ പോയ ഞാൻ അവിടെ ചെറിയൊരു കേസ് കുടിയേറ്റാൻ അറിയാമല്ലോ. ഇത്തിരി കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഈസിയായിട്ട് ഊരി പോരുമായിരുന്നു. ത്രേസ്യയും ഞാൻ എത്ര ചോദിച്ചിട്ടും ആ കിളവൻ ചില്ലി കാശ് തന്നിട്ടില്ല, അറിയാവോ? അങ്ങനെ ഞാൻ ജർമ്മനിയിൽ നിന്ന് പുറത്തായി. ഇപ്പൊ ത്രേസ്യ എവിടെ, ഞാൻ ഇവിടെ. ആ കിളവന്റെ കട്ടപ്പുക കണ്ടിട്ട് ഞാൻ ഇനി ജർമ്മനിയിലേക്ക് മടങ്ങും. അതേ കിളവൻ വരുന്നുണ്ട്. ഇവന്റെ പണം വാങ്ങിയിട്ട കളിയെങ്കിൽ ആ കളി അവധിയോട് വേണ്ട. തല്ലിക്കൊന്ന് ഐസിട്ട് വെക്കാൻ നിങ്ങളിൽ ഒരുത്തരം കിട്ടിയാലും മതിയണം. ശവം കിട്ടിയ ഉദ്ഘാടനം നടന്നില്ല പാപ്പ. വിട്, വേണ്ട, ഒന്നും വേണ്ട.
ഇനി എന്റെ നേരെ വിഷം ചീറ്റല്ലേ തോമിച്ച. ചത്തുപോയ എന്റെ പെണ്ണമ്മ നിന്റെ ഒരേ ഒരു പെങ്ങളാ. നിന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് ഞാൻ കാരണം വീഴില്ലാന്ന് അവക്ക് ഞാൻ വാക്കുകൊടുത്തു പോയി. നിനക്ക് വേണ്ടത് ഇപ്പൊ എന്റെ ജീവനാ. പക്ഷെ അതെടുക്കാനൊട്ട് നിന്നെ കൊണ്ട് സമ്മതിക്കരുതെന്നും അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവത ഇപ്പൊ ചെകുത്താനും ദൈവത്തിനും നടക്ക. ചെകുത്താൻ നീയും ദൈവം എന്റെ പെണ്ണമ്മയും. അവത എന്നാ ചെയ്യാനാ? വീട്ടുകളാ. ഇതെന്നെ ആംബുലൻസ്. അതോ നിന്റെ തറവാട്ടി തേങ്ങാൻ കിടന്ന കിളവനില്ലേ 90 വയസ്സിന്റെ ടാക്സ് ഉണ്ണുണ്ണി മൂപ്പിന്ന് പുള്ളിക്കാരൻ വടിയായി. ഡെഡ് ബോഡി നിന്നെ കാണിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട അവതച്ചായൻ ആംബുലൻസെ കൊണ്ടുവന്നിരിക്കുക. പോയി കാണടി. അത് അങ്ങേരൊന്നും അല്ല, ഓടണ്ട. ഐസ് വെട്ടിയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് വെച്ച ശവ. ഉദ്ഘാടനം നിന്റെ തൊമ്മിച്ചൻ കലക്കി. മറിയാത്തേക്ക് പോ. പോ. ഇതൊന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പഴയ കാമുകനല്ലേ, കെട്ടിപ്പിടിച്ച് മനസ്സിലിട്ട് കുറെ കാലം നടന്നല്ലേ. പറഞ്ഞാൽ അനുസരിക്കണം. ഓടി ഓടി വാ വാ വാ, അകത്തേക്ക് വാടി മോളെ. വാടാ. എന്താ കാലില്? ഓ, ഇത്തിരി പാല് തട്ടി മുറിഞ്ഞതാ. പാല് തട്ടി മുറിയോ? നീ ഒരു കിഴങ്ങന. ഞാൻ പിടിച്ചു തന്നവനെ നീ എന്താ രണ്ട് പൊട്ടിക്കാഞ്ഞ്? ഔതപ്പാപ്പ പിടിച്ചപ്പോ തന്നെ ആ മുള്ളി. പിന്നെ ഞാൻ എന്തിനാ പൊട്ടിക്കണേ? അത് നേരെ. ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ ശിക്ഷിക്കുന്ന നെറുകേടാ. ആ നെറുകേട നീ ഏതായാലും ചെയ്യണ്ട. ഇത് ഞാൻ നല്ല ബുദ്ധി കൊടുക്കണേ. ധ്യാനകേന്ദ്രത്തിൽ പോയി മണിക്കൂറോളം കർത്താവിനെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് എന്നാ തൊലിക്കാടി. അവതയെ കണ്ടപ്പോ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോയോ? മനസ്സമ്മതം പറഞ്ഞു നിർത്തിയ എന്റെ പെങ്ങളോട് കല്യാണ ദിവസം സമ്മതമല്ലെന്ന് പറയിപ്പിച്ച് വശീകരിച്ച് കൊണ്ടുപോയവനവൻ. കെട്ടാൻ വന്ന തറവാട്ടുകാർക്ക് നാണക്കേട് തീർക്കാൻ നഷ്ടം കൊടുത്ത് എത്രയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അതിന് പകരം വിട്ടാണ് അവനെ മനസ്സിൽ കൊണ്ടു കിടന്ന് നിന്നെ ഞാൻ കെട്ടിയത്. ഒരിക്കൽ ഞാൻ അവനോട് തുറന്നു പറഞ്ഞു. പക്ഷേ നീ അവനെ മനസ്സിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കാര്യം അവൻ അറിയത്തില്ലായിരുന്നു. കേട്ടപ്പോ ആ ചങ്ക് പൊള്ളുന്നത് ഞാൻ കണ്ടു. പൊള്ളണം. അവൻ പൊള്ളി പൊള്ളി ദഹിച്ച് ദഹിച്ച് ഇല്ലാതാകുന്നത് എനിക്ക് കാണണം. എടി നീ നോക്കിക്കോ, അവൻ എന്തു തുടങ്ങിയാലും തുടക്കത്തിലെ അത് തകർത്ത അവന്റെ നാശം ഞാൻ നേരിട്ട് കാണും. നിങ്ങൾക്ക് ഭ്രാന്ത. ഒരു ശവം വേണ്ടെടുത്ത് അത് കിട്ടുകയില്ലെന്ന് തോന്നിയ അവത സ്വന്തം ശവം കൊടുത്ത് ആ കാര്യം നടത്തും. അത്രയും വലിയ ആണത്തം ഈ കാണുന്ന തൊമ്മിച്ച മുതലാളിക്കില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. കുറെ കാലമായി ഞാൻ ഇത് സഹിക്കുന്നു. ഞാൻ അവതച്ചായനെ സ്നേഹിച്ച സത്യ. അയാള് കർത്താവിനെ മനസ്സിൽ വാഴ്ത്തുന്ന സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയാ. അല്ലാതെ നിങ്ങളെപ്പോലെ ആൾത്താരയിൽ കുഴിവെട്ടുന്ന ഒരു മുരടനല്ല. ഇനി ശബ്ദിച്ചാൽ നിന്റെ ഏഴടിയന്തരം ഞാൻ അവതയെ കൊണ്ട് തീറ്റിക്കും. ശരി വരാൻ. കൃഷ്ണനുണ്ണി ഒരസുഖം ഉണ്ടായിരുന്ന ആളല്ലോ, ഇത്ര പെട്ടെന്ന് ഇറങ്ങാൻ വരട്ടെ. അപ്പോഴെങ്ങനാ ത്രേസി വിളിച്ചിട്ട് കിട്ടുന്നില്ല? മക്കളെ അറിയിക്കണ്ടായോ? അല്ല, അടക്കം ചെയ്യുന്ന എവിടെ വെച്ചോ? ഇവിടോ അതോ ചാച്ചന്റെ അപ്പന്റെ വീട്ടുവളപ്പിലോ? എല്ലാ ഔത പറയും പോലെ. അത് മതി. അന്തപ്പനെ ആദ്യം വിവരം അറിയിക്കണ്ടേ വെച്ചോ? അവനല്ലേ മൂത്തമോൻ. ഉത്സാഹ കമ്മിറ്റി ഉണ്ടാക്കാൻ വരട്ടെ വർക്കിച്ച. എല്ലാ കാര്യങ്ങളും കൃഷ്ണനുണ്ണി തീരുമാനിക്കും. അവനെ ഔത ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവൻ ഇവിടെ എച്ചിലെടുക്കുന്ന ഒരു പണിക്കാരൻ മാത്രമാണോ? ചാച്ചന് ഇവിടെ ആകെ ഉള്ളൊരു ബന്ധു ഞാനാ. മരിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും പിന്നെ എച്ചിലാടുന്നു. ഈ എച്ചിൽ നിനക്ക് അവകാശപ്പെട്ടതാണ്. പള്ളിയിലെ ചടങ്ങ് മുതൽ എല്ലാ കാര്യങ്ങളും നീ മുന്നിൽ നിന്ന് നടത്തിയാൽ മാത്രമേ ഞാനും നാട്ടുകാരും നിന്നോടൊപ്പം ഉണ്ടാവൂ. ഈ വർക്കിച്ചനും തൊമ്മിച്ചനും ഒന്നും അല്ല അവതയ്ക്ക് കുഴിവെട്ടേണ്ടത്. വാ. ഐശ്വര്യത്തോടെ ഇരിക്കുമ്പോ മരിക്കുന്നത് ഒരു കണക്കിന് ഭാഗ്യം തന്നെയാണേ. ചാച്ച കായം കലക്കി തൗണ്ടി എനിക്കാരോ വിഷം വെച്ചതാ. കൊണ്ടുവരാം. വിടൂ വിടൂ വിടൂ.
എന്തായി? ഔതപ്പാപ്പ ആരോ ചതിച്ചതാ. ഏ? ആരാന്ന് മാത്രം ഔതപ്പാപ്പ പറയുന്നില്ല. ആര് ചതിക്കാൻ? അശ്വതി കൊടുത്ത മരുന്ന് കുടിച്ചതും ഔത വീണുന്നല്ലേ വർക്കിച്ചൻ പറഞ്ഞത്? അശ്വതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വർക്കിച്ചനാ ഔതപ്പാപ്പയ്ക്ക് മരുന്ന് കൊടുത്തത്. ഞാൻ ആ വർക്കിച്ചൻ അലക്കൽ കെട്ടാച്ചോ? വേണ്ട, ഔതയുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യണമെന്ന് ഔതയ്ക്ക് അറിയാം. അവളുടെ അമ്മയുടെ കുത്തിക്കേറ്റാൻ വന്നിരിക്കാം. ശവം ഔതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവിടെ കിടക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഏ? ഇഞ്ചക്ഷൻ കൊടുക്കാൻ ചെന്ന എന്നെ ചീത്ത വിളിച്ചതാ. അങ്ങേർക്ക് ബംഗ്ലാവിലേക്ക് പോണെന്ന്. ഔതയ്ക്കും എനിക്കും ഇഞ്ചക്ഷൻ പേടിയാ. ഗുളിക കൊടുത്താ മതി. എല്ലാ ഇഞ്ചക്ഷനും ഗുളികയാക്കാൻ പറ്റുവോ? ഓ, പറ്റില്ലല്ലേ? എന്നാ എല്ലാ ഗുളികയും ഇഞ്ചക്ഷൻ ആക്കാൻ പറ്റുമോ? അച്ഛനായതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. രാവിലെ ഇറങ്ങിയിരിക്ക ഗുളിക ഇഞ്ചക്ഷൻ ആക്കാൻ. പെണ്ണുങ്ങളുടെ വായിൽ നോക്കിയൊക്കെ അച്ഛൻ തിട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറയടാ. കുഞ്ചറിയായേ, പള്ളി പറഞ്ഞാ മതി. റബ്ബറിന് 2 രൂപ സർക്കാർ വില കൂട്ടിയപ്പോ നീ ഏക്കറിന് വില കൂട്ടാൻ പോവാണോ? ആ കച്ചവടം ഒഴിഞ്ഞു. എന്താടി? കിളിച്ചുണ്ടനച്ഛൻ വന്നിരുന്നു. കുംസാരിപ്പിക്കാനായിരിക്കും. അല്ല, പിന്നെ ഒരു വിശേഷം പറയാൻ. എന്തോന്നാ? നിങ്ങൾ കൊല്ലിച്ച അവത മരിച്ചിട്ടില്ലാന്ന്. പതുക്കെ. രണ്ടുപേരും കൂടി താങ്ങണ്ട, ഞാൻ വീഴില്ല. മുതലാളി വീഴില്ല. മുതലാളിയെ താങ്ങിയില്ലെങ്കിൽ ഞങ്ങള് വീഴും. കുറഞ്ഞിട്ട് 2 ദിവസമായേ. അത് ന്യായം. എന്തുവാടി നോക്കുന്നത്? ആൾക്കാർ വടി പിടിക്കുന്ന ആദ്യമായിട്ട് കാണുവാണോ? എന്നാ ഇനി നീ പിടി. പതുക്കെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തന്ന മരുന്നിനൊരു കുഴപ്പമില്ല. കുഴപ്പം വേറെ എങ്ങാണ്ടാ. അത് വിട്ടുകളാ. ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇപ്പോഴത്തെ മാറ്റം. എന്നെ അടക്കാൻ ആർക്കായിരുന്നടാ ഇത്ര തിടുക്കം? കർത്താവിന്റെ ഗതിയും പണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു. കുരിശ് പടത്ത് ചുമക്കാൻ പറഞ്ഞിട്ടല്ലേ തറക്കാൻ കൊണ്ടുപോയത്. ഇതെന്റെ കുരിശാ. ജീവനോടിരിക്കുമ്പോ ഇത് കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാ. വർക്കിച്ചനാ കൊണ്ടുവന്നത്. തൊമ്മിച്ചനാണ് ഓർഡർ കൊടുത്തത്. ഔതപ്പാപ്പ നല്ലോണം ഉറങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞത്. മതി, ഇനി പോയി കിടക്കാം. ഔതക്ക് ഇനി ഉറക്കമില്ല മോനെ. മരിച്ചാലും ഔത ഇനി ഉറങ്ങത്തില്ല. ഔതയുടെ ഉറക്കം ഈ പെട്ടി കണ്ടോടി തീർന്നു. ഇവിടെ നീ വീട്ടിൽ കൊണ്ടാക്ക്. ഇരുട്ടിയാ പിന്നെ അവളിവിടെ നിൽക്കുന്നത് ഇവളുടെ കാക്കത്തള്ളക്ക് ഇഷ്ടമല്ല. വെറുതെ എന്തിനാ പാവത്തിനെ തല്ലുപിടിക്കുന്നത്? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞോളാം. വേണ്ട, ഇവളെ വീട്ടിൽ കൊണ്ടാക്ക്. പക്ഷെ സൂക്ഷിക്കണം. എനിക്ക് വെച്ചത് ചിലപ്പോ നിനക്കായി കൂടുന്നില്ല, ഇവൾക്കായി കൂടുന്നില്ല. ഔത ജീവനോടെ ഇരിക്കുമ്പോ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കരുത്. ചെല്ല, എന്റെ ആശാരിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്ക്. എടാ, ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തന്നെയാണോ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ അവർക്ക് മുതലാളി. എടാ, കള്ള് തലയ്ക്ക് പിടിക്കുമ്പോഴേ നീയൊക്കെ എന്നെ മുതലാളി എന്ന് വിളിക്കുമല്ലേടാ? അത് പോരെ മുതലാളി. എടാ, എന്നതാടാ വെള്ളത്തിലെ തേങ്ങ വെട്ടിയിട്ടത് പോലൊരു ശബ്ദം? മുതലാളി വരാലിന് ചാടാൻ കണ്ട സമയം കത്തിയെടുത്തെറിയട്ടെ. കത്തി എടുത്തില്ല മുതലാളി. കത്തി എടുത്തിഞ്ഞോ? കഷ്ടം. എന്താ മുതലാളി? നെഞ്ചാങ്കൂടിനകത്തൊരു പിടുത്തം പോലെ. അയ്യോ,
ചെമ്പരത്തിയേക്കയുടെ ഈ കുഴമ്പ് ലേശം നെഞ്ചത്ത് പുരട്ടി തരട്ടെ? വളയാത്ത വിരല് വളക്കാനുള്ള കുഴമ്പാ അത്. അതെടുത്ത് അവിടെ നെഞ്ചത്ത് വരുന്നത് കഴുത. വളയ്ക്കാൻ നോക്കി ഈ വിരൽ ഏതാണ്ട് സ്റ്റീല് പോലായി മുതലാളി. ഇനി അത് വളയൂന്ന് തോന്നണില്ല. നേരാ, എന്നാലും അവള് തന്നതല്ലേ, വേണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ മരിച്ചുപോയ വിവരം ചെമ്പരത്തി അറിഞ്ഞിരുന്നോടാ. അത് പിന്നെ മുതലാളിയോട് ചോദിച്ചിട്ട് പിന്നീട് ഫോൺ ചെയ്ത് പറയാന്ന് വിചാരിച്ചു. അത് നന്നായി. നിനക്ക് ഇത്രക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നു. നാഗപ്പ, ഓ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവക്ക് ആരാടാ ഉള്ളത്? അത് ഞാനും അക്കാര്യം ആലോചിക്കുകയായിരുന്നു. എടാ നാഗപ്പ, നിനക്ക് തെങ്ങേക്കാറ അറിയാവോ? എടാ, തെങ്ങിന്റെ മണ്ടേക്ക് ഒരു കള്ളെടുക്കാൻ അറിയാവോന്ന്? അത് പിന്നെ മുതലാളി പറഞ്ഞ തെങ്ങേലല്ല ഹിമാലയത്തിൽ വേണമെങ്കിലും ഞാൻ കയറി പോവും. എന്നാ വാ കൊരങ്ങൻ. ഓ പതുക്കെ. ഓ ഓ ഓ. നീ എന്തിനാ വെള്ളത്തിൽ ചാടിയത്? കാല് തെറ്റി വീണതാ. എന്തായാലും നന്നായി, അവര് കണ്ടില്ലല്ലോ. കണ്ടാലെന്താ, പിടിച്ച് വിഴുങ്ങോ? വീണതും പോരാ, ബാക്കിയുള്ളവനെ കൂടി പിടിച്ച് വലിച്ചിട്ടു. ഇനിയിപ്പോ ഈ വേഷത്തിൽ നിന്റെ വീട്ടിലോട്ട് കയറി ചെന്നാ ആ കാക്കത്തല വിചാരിക്കും നിന്നെയും കൊണ്ട് ഞാൻ തോട്ടി ചാടി പ്രേമ പാട്ട് പാടുവായിരുന്നെന്ന്. ഇനി ഇതൊന്നും ഉണങ്ങാതെ ഞാനില്ല. ചട്ടിക്കാരുടെ പട്ടി മൂത്രം ഒഴിക്കണേ. ആ അന്തന്മാരുടെ കണ്ണിലെടുത്ത് മാറ്റി ഓസിരിക്കണ. ഓസായിരുന്നു. എന്നാ കേറി നിന്നോ. ഇവളേതാടാ? മനസ്സിലായില്ലേ? നിന്റെ അപ്പന്റെ എല്ലാ ആക്രിപ്പണിയും ചെയ്തുകൊണ്ടിരുന്ന നാണുവാശാരിയുടെ മോളാ. ചാച്ചന് വെള്ളം അനത്താനും തുണി നനയ്ക്കാനും കൊണ്ട് നിർത്തിയതാ. ഇപ്പൊ ഇവിടെ സ്ഥിരമാക്കിയിരിക്കുക. എന്നതായിരുന്നു നിന്റെ പേര്? എന്റെ പഴയ പേര് നാഗപ്പൻ എന്നാണ്. ഇപ്പഴോ? ഇപ്പോഴത്തെ പേര് നാഗപ്പൻ എന്നാ. അപ്പൻ പോയില്ലേ? അപ്പം വീട്ടിലുണ്ട്. നിന്നോടല്ല, ഇനി ഇവിടെ പറഞ്ഞു വിട്ടേക്ക്. അകം പണിക്ക് ഞാൻ വേറെ ആളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നാളെ മുതൽ ഞാനും ഇച്ചായനും ഇങ്ങോട്ട് താമസം മാറ്റുവാ. ഇന്നിപ്പോ നേരെ വന്നത് ഇച്ചായന്റെ വീട്ടിലേക്കാ. പെട്ടികളൊക്കെ അവിടെയാ. നീ ഇച്ചായനും കൂട്ടി പോയി അതൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ജോണിച്ചാനും ക്ലാര ചേച്ചി മോളിലുണ്ട്. ചേച്ചി മോളിലേക്ക് ചെല്ല്, അവര് തിരക്കി. അതിന് ഞാൻ എന്നത്തിനാണ് അങ്ങോട്ട് കയറി പോകുന്നത്? അവര് കാനഡയിൽ നിന്ന് പറഞ്ഞു വന്നവരാണെങ്കിലേ ഞാൻ ജർമ്മനിയിൽ നിന്ന് പറഞ്ഞു വന്നവളാ. അവർക്ക് എന്നെ കാണാൻ ഇങ്ങോട്ടും വരാം. അയ്യോ, അപ്പം മരിച്ചറിഞ്ഞ് 4 തവണയാ ഞാൻ ജോണിക്കുട്ടിയും ക്ലാരയും വിളിച്ചത്. അതറിഞ്ഞിട്ട് ഒരു തവണ പോലും അവരെന്നെ തിരിച്ചു വിളിച്ചോ? അങ്ങനെയുള്ളിടത്ത് ഇവള് പോണോ? നീ പോണ്ട, അവളെ പട്ടി പോവോടാ. എന്നാ ചെല്ല്. ത്രേസ്യ വന്നെന്നാ തോന്നുന്നേ. താഴെ അവളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. വേണ്ട, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാണാൻ. നമ്മള് വിമാനത്തിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ. അവക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടാലെന്താ? നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങും മനുഷ്യ. ഇനി കിടന്ന ഉറക്കം വരില്ലെന്നേ. ആ, കണ്ണ് അമർത്തി അടച്ചാ മതി, ഉറക്കം താനേ വരും. ഞാൻ വന്നെന്ന് മോളിൽ ചെന്ന് അവരോട് പറയടാ. അങ്ങ് ക്യാനൂടയിൽ പറന്നു വന്ന ക്ഷീണം കൊണ്ട് അവർ അത്യാസന്ന നിലയിൽ കട്ടിൽ കിടക്കുക. പുറമേ നിന്നുള്ള സന്ദർശകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, അകത്തുള്ളവർക്ക് ചെല്ലാം. അപ്പനെവിടാ? എനിക്ക് അപ്പനെ കാണണം. പേടിക്കണ്ട, ആറ്റോമാറ്റിക്കാ. കുറച്ചു നേരം ഇങ്ങനെ പൊങ്ങി നിൽക്കും, പിന്നെ അങ്ങ് താനെ താഴും. എന്റെ ബുദ്ധിയാ. അല്ല, കൃഷ്ണനുണ്ണിയുടെ. എന്തേ? പിന്നെ കഴുത്തിനൊരു പിടുത്തം പോലെ. ചാച്ചനെ കാണുമ്പോ ചത്തുവെന്ന് വലിയ വിശ്വാസം പോരാ. നിങ്ങക്ക് വട്ട. ജർമ്മനിയിലെ ആശുപത്രിയിൽ ഞാൻ ഇതുപോലെ എത്ര ശവം കണ്ടതാ. അതും അപ്പനേക്കാൾ ഉഷിലുള്ള സായിപ്പന്മാര്. ചിലതൊക്കെ ഒരു 200 കിലോ കാണും. അപ്പൊ നിനക്ക് പേടി തോന്നൂലയോ? എന്നാത്തിനാ? മരിക്കുന്നത് വരെ പേടിച്ചാ പോരെ അപ്പനെ? മരിച്ചു കഴിഞ്ഞാലും പേടിക്കണോ? അല്ല, ഇതെവിടുന്ന അപ്പന് ചുവന്ന മോതിരം? എന്തൊരു പിടുത്ത! അപ്പന് നല്ല ശക്തിയുണ്ട്. എടിയെ സൂക്ഷിച്ചു വലി, ഐസിലിട്ടതാ, വിരലൂരി പോരും. അയ്യോ, ആരോ വരുന്നുണ്ട്. എന്റെ അപ്പ, എനിക്കൊന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ. എന്റെ അപ്പ, എന്റെ അപ്പ, എത്ര പെട്ടെന്ന് എന്റെ അപ്പനെ പോയി കളഞ്ഞേ. ഒരു അസുഖമില്ലായിരുന്നാണല്ലോ എന്റെ അപ്പ. കർത്താവേ, ഇത്ര ചെറുപ്പത്തിൽ എനിക്ക് അപ്പനില്ലാതായി പോയല്ലോ എന്റെ അപ്പ. എന്നെ പലവട്ടം ഫോണിൽ വിളിച്ച് കരഞ്ഞതാ. ത്രേസ്യ കൊച്ചി, നീ എളുപ്പം വരണ്ടേന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ത്രേസ്യ കൊച്ചിന് വരാൻ പറ്റിയില്ലല്ലോ. അപ്പൻ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും
കരഞ്ഞത് മുഴുവൻ വേസ്റ്റ്. മനുഷ്യന്റെ തൊണ്ടയും പോയി. അയ്യോ നില്ലടി, എന്നെയും കൂടെ കൊണ്ടുപോ. നമ്മളെ കണ്ടപ്പോ അപ്പനെ കെട്ടിപ്പിടിച്ച് നമ്പർ ഇട്ടതാ. മരിച്ചിട്ടും അപ്പൻ വിരല് താഴ്ത്തിയിട്ടില്ല. അത് താഴില്ല. ഈ മോതിരം ജോണി അപ്പന് വാങ്ങിക്കൊടുത്തേ. മോതിരം പോയിട്ടൊരു മുട്ടായി പോലും ഞാൻ ഇതുവരെ അപ്പന് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇനി വാങ്ങിക്കൊടുക്കാനും പറ്റത്തില്ല. അപ്പം പോയില്ലേ? നീ അപ്പനെ മുത്തണില്ലേ? ഇപ്പഴെന്തിനാ മുത്തുന്നേ? അടക്കുമ്പോ മുത്തിയാ പോരെ. എന്നാ ഞാനൊന്ന് മുത്തിക്കോട്ടെ. അത് വേണമെങ്കിൽ മുത്തിക്കോ, പക്ഷെ മുഖം കഴിയിട്ട് മുറിയിലോട്ട് വന്നാ മതി. അപ്പൻ എന്നോട് ദേഷ്യമുണ്ടോ? അന്തപ്പനും കൂടെ വന്നിട്ട് അപ്പൻ അടക്കിയാ മതി എന്ന് അവൻ പറഞ്ഞത്. അതിനു മുമ്പ് അടക്കിയ അവൻ വന്ന് കുഴിമാടം തോണ്ടും. അപ്പം പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുത്ത 20 ലക്ഷം രൂപ അവൻ ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ലപ്പാ. അതൊന്ന് വാങ്ങിച്ചു തരാതെ അപ്പം പോയില്ലേ? ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു അപ്പാ. പാപ്പ, അമേരിക്കൻ നന്ദപേട്ടൻ വരുന്നു. നിങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ? ത്രേസി എവിടെ താമസം? താമസം ഇവിടെ തന്നെയാ. ആ വർക്കിച്ചന്റെ വീട്ടിലോട്ട് പോയിരിക്കുക. ഓ, നീ അത് അവിടെ വെച്ചേ. അതെല്ലാം അവൻ എടുത്ത് വെച്ചോളും. നമ്മുടെ അപ്പന്റെ ആൾശേഷനെ കണ്ടില്ല, ഇവിടെ ഇല്ലേ? വരുന്നു. വന്നിറങ്ങി കാത്തു നിന്നാലേ തന്നൊക്കെ അങ്ങോട്ട് കെട്ടിയെടുക്കും അല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടുത്തോണ്ട് വെക്കട. വേണ്ട, ഞാൻ എടുത്തോളാം കൃഷ്ണനുണ്ണി. മുറി കാണിച്ചു തന്നാ മതി. സാരല്ലേ ചേച്ചി, ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഇങ്ങോട്ട്, ഇവിടെ ഇവിടെ. എന്ത്? അതാരാ? ഞാൻ ഔദപ്പാപ്പയുടെ ഒരു അൽസേഷനല്ലേ ബന്ധപ്പെട്ട. അതുപോലെ അവൻ ഔദപ്പാപ്പയുടെ ഒരു ബുൾഡോഗാ. നല്ല സ്നേഹമുള്ള പട്ടി. മോളില് കുറച്ച് ലീക്കുണ്ടേ, അത് സിമെന്റിട്ട് അടയ്ക്കാൻ കയറിയിരിക്കുക. എന്ത്? വേഗം ലീക്ക് അടച്ചിട്ട് ഈ പെട്ടികളൊക്കെ എടുത്ത് വെക്കേ. ഈ ലീക്ക് പെട്ടെന്ന് അടയുമെന്ന് തോന്നണില്ല. അപ്പം പോയില്ലേ? ഇനി എന്തിനാണ് ഈ വീട്ടിലെ പട്ടികള്? വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കടിക്കാതെ അപ്പനെ പോയി കാണു. ഓ, വന്ന ഉടനെ അപ്പനെ കണ്ടില്ലെങ്കില് അപ്പ എന്നിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. എനിക്ക് അപ്പനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമില്ല. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇതൊരു നാട്ടുനടപ്പിന് ഞാൻ വന്നേ ഉള്ളൂ. 26 തവണയാ കിളിച്ചുണ്ടൻ അച്ഛൻ വിളിച്ചത്. വിളി കേട്ടാ തോന്നും മരിച്ചത് കിളിച്ചുണ്ടന്റെ അപ്പനാണെന്ന്. എന്നാ ഞാൻ വന്നതേ അപ്പനെ കാണാൻ വേണ്ടി മാത്ര. എനിക്ക് അപ്പനെ കാണണം. അപ്പൻ നല്ലവനായിരുന്നു. അന്തപ്പൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന കാലത്ത് അപ്പനും മകനും പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൻ പലപ്പോഴും അന്തപ്പനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി കടിക്കാൻ വരും. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. മക്കളായി ജനിച്ചാൽ മാത്രം പോരല്ലോ, അപ്പന്റെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കൂടെ അവരോടൊപ്പം വളരണ്ടേ. അപ്പന്റെ മക്കൾക്കാർക്കും അങ്ങനെ ഒരു മനസ്സ് വളർത്താൻ സാധിച്ചിട്ടില്ല. അവരെക്കാൾ അവരുടെ അപ്പനെ നീ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ ഓർത്തത് നിന്നെക്കുറിച്ച. അപ്പനും നിന്നെക്കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ. സത്യം. ആ ഒരേ ഒരു കാരണം കൊണ്ട് അപ്പന്റെ മക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും നീ അവരെ ഉപേക്ഷിക്കരുത്. ഒരുപക്ഷെ നിനക്ക് മാത്രമേ ഇനി അവരെ അപ്പനോട് അടുപ്പിക്കാൻ കഴിയൂ. അപ്പൻ മരിച്ചിട്ട് ഇന്നേക്ക് 17 ദിവസം കഴിഞ്ഞു അല്ലേ?
എപ്പോഴാ അടക്കുന്നത്? എല്ലാവരും എത്തിയില്ലേ? ഇനി അപ്പനെ സ്വർഗത്തിൽ നിന്ന് പള്ളിയിലേക്ക് എടുത്ത് പ്രാർത്ഥന നടത്തി അടക്കണം. അതിനിനിയും വൈകരുത്. സാധാരണ അടക്കി കഴിഞ്ഞാലാ എല്ലാവരും സ്വർഗത്തിലെത്തുന്നത്. ഇത് സ്വർഗത്തിന്റെ അടുത്ത് അപ്പനെ അടക്കേണ്ട ഗതികേട് അപ്പം തന്നെ വരുത്തിവെച്ചു. സ്വർഗം എന്ന് പറഞ്ഞത് അപ്പനാ കണ്ണാടി കൂടി വെച്ച കെട്ടിടത്തിനിട്ട പേരാ. മക്കൾ വരുന്നവരെ കുറച്ചു നേരം സ്വർഗത്തിൽ കിടക്കാമെന്ന് അപ്പൻ വിചാരിച്ചു കാണും. എന്താ, പള്ളിയിൽ അച്ഛനായിട്ടല്ല ഞാനോട് സംസാരിക്കുന്നത്. കിളച്ചു നോക്കിയാൽ നിന്റെ അപ്പന്റെ രക്തം തന്നെ എൻ്റെ ഉള്ളിൽ ഓടുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അപ്പനോട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമോ വിശ്വാസമോ ഇല്ല. അപ്പനോടൊപ്പം ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് പോയത്. പോകുന്നതിന് മുമ്പ് കുമ്പസാരക്കൂട്ടിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അച്ഛനത് മറന്നോ? കുമ്പസാരക്കൂട്ടിൽ നിന്ന് കരഞ്ഞത്? കുമ്പസാര രസം നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? റോസമ്മ നിൽക്കുന്നു. അപ്പൻ എല്ലാവരും അപ്പനെ തൊൽപ്പടിക്ക് നിൽക്കണം. അതേ നിൽക്കാത്തവൻ തനിപ്പേഴ. അപ്പം പോയില്ലേ, ഇനി എന്നാത്തിനാ അതൊക്കെ പറയുന്നേ? പോയെന്ന് വെച്ച് ചെയ്തതില്ലാതാവോ? ഏട്ടൻ പറയട്ടെ. അത് നേരാ. മക്കൾ അപ്പനെ പഴി പറയുമ്പോ വന്നു കയറിയവർക്ക് കേൾക്കാൻ നല്ല സുഖാ. ഞാൻ അപ്പനോട് പൊരുത്തപ്പെടാൻ ഒരുക്കാം. എനിക്കിനി ജർമ്മനിക്ക് പോണൊന്നുമില്ല. അപ്പൻ ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, അത് നോക്കി ഞാനും വർക്കിച്ചനും ഇവിടെ കഴിഞ്ഞോളാം. അയ്യടാ, അവളുടെ ഒരു സഹായേ. അപ്പ മാത്രല്ല, നീയും ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടില്ലേ? ഇവളുടെ മനസ്സിലിരിപ്പ് വേറെയാ. ഇവൾക്ക് ഇനി വർക്കിച്ചനും കൂടി ജർമ്മനിക്ക് പോകാൻ പറ്റുമോ? അവിടെയും തരകട കാണിച്ചിട്ട് ജയിലിൽ ദൂരെ വന്നതല്ലേ, തിരിച്ചു പോയാൽ വീണ്ടും കൊടുക്കും. നിന്നെ സ്ത്രീധനം തന്ന അപ്പച്ചൻ കെട്ടിച്ചു വിട്ടതാ. അത് പണ്ട്. എന്നെ കെട്ടിച്ചു വിട്ട ശേഷം അപ്പ വാരിക്കോരി ഉണ്ടാക്കി. കെട്ടിക്കുന്നേരം ഉണ്ടാക്കിയതിൽ എനിക്ക് ഒരു ഷെയറും വേണ്ട. പക്ഷെ അതിനുശേഷം അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് കിട്ടണം. അപ്പൻ ചത്തൂന്ന് വെച്ച് അങ്ങനെ എല്ലാരും കൂടി ഒറ്റയ്ക്ക് നക്കണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ? പടവെട്ടാനല്ല നിങ്ങൾ വരുന്നവർ ഔതെ അടക്കം ചെയ്യാതെ കാത്തിരുന്നത്. അപ്പനെ കാണാൻ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അത് തെറ്റായി എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നിങ്ങളെല്ലാവരും അപ്പനെ കാണണമെന്നുള്ളത് ആ കൃഷ്ണനുണ്ടിയുടെ ആഗ്രഹമാണ്. 16 വർഷമായി നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അപ്പനെ നോക്കുന്ന അവനാ. സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പം കൊടുത്ത സ്ഥാനം മക്കൾക്ക് പിരിച്ചുവിടാം. ഇനി എന്തിനാ അവനിവിടെ പറഞ്ഞു വിടന്തപ്പാ? ഈ കാണുന്ന മണ്ണും ബംഗ്ലാവും കെട്ടിപ്പിടിച്ചോണ്ട് ഞങ്ങൾ ആരും ഇവിടെ നിൽക്കാൻ പോണില്ല. കിട്ടുന്ന കാശിനെ വിറ്റ് കിട്ടുന്ന ഫ്ലൈറ്റിൽ എത്രയും നേരത്തെ സ്ഥലം വിടണം. ആ നായ വിളിക്കണം. ഏത് നായേ? അപ്പന്റെ അൽസേഷനെ. അവൻ അപ്പനേക്കാൾ വിഷാം. ഒരു ചെകുത്താൻ പറഞ്ഞു വരുന്നുണ്ട്. ഇനി എന്ത് കുരിശുമായിട്ടാണാവോ? നോക്ക, അന്തപ്പം വിളിക്കണം. സകല താക്കോലെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഇന്നത്തോടെ നിന്റെ ഭരണം പെട്ടിയിലാക്കി പൂട്ടാൻ പോകുക. കളി എന്നോടാ. കാക്കത്തള്ളയും നീയും ഇപ്പൊ കിടക്കണ പറമ്പ് ത്രേസ്യയുടെ പേരിൽ അന്തപ്പൻ ഇന്ന് എഴുതി വെക്കും. മറ്റന്നാൾ ഞങ്ങൾ ആ വീടിന് തീ വെക്കും. അതിനു മുമ്പ് ഇറങ്ങി തന്ന രാത്രി നേരത്ത് ഗുണ്ടകളെ പറഞ്ഞുവിടാനുള്ള ചെലവ് എനിക്ക് ലാഭിക്കാം. പൊന്നെ മോളെന്ന് സഹകരിക്കണം. തീ കൊടുക്കേ എന്റെ മുത്തശ്ശി. കത്തിക്കും. പിന്നൊരു കാര്യം, പിടിക്കാൻ പറ്റുന്ന കാല് നോക്കി പിടിച്ച് മാപ്പ് പറഞ്ഞ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ച് രണ്ടുപേർക്കും പോകാം. അതിന് പറ്റിയ കാലിപ്പോ ബംഗ്ലാവിലെ എന്റെയാ. ഇല്ലേലേ അതും ഉണ്ടാകില്ലടാ കഴിവരട മോനെ. എന്താ പറഞ്ഞേ? കഴിവരട മോനെന്ന്. അശ്വതിയുടെ വീട് കത്തിക്കുമെന്നും എനിക്ക് നക്കാപ്പിച്ചതാന്ന് പറഞ്ഞുവിടുമെന്നും ഭീഷണിപ്പെടുത്തി ഇപ്പൊ വർക്കിച്ചൻ എന്റെ മുമ്പിലെ നാടി. നക്കാപ്പിച്ച ഇല്ലാതെ തന്നെ കൃഷ്ണനുണ്ണി പോവും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില ജോലികളുണ്ട്. ഔദപ്പാപ്പയെ അടക്കം ചെയ്യണം. ഔദപ്പാപ്പ പറഞ്ഞ എല്ലാ ജോലികളും ചെയ്തു തീർക്കണം. അതുവരെയുള്ള ശമ്പളം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാതെ പോകാൻ പറ്റില്ല. അത് ചെയ്ത് കഴിഞ്ഞേ പോവൂ. അതിന് നിന്നെ ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? എന്നെ വേണ്ടെന്ന് വെക്കാൻ ഇവിടെ ഒരാൾക്കേ കഴിയൂ. മരിച്ച് മക്കളെ കാത്തിരിക്കുന്ന ഔദപ്പാപ്പയ്ക്ക്. ആ സ്ഥാനം എന്തായാലും എന്റെ മനസ്സിൽ ഇപ്പോഴും അന്തപ്പേട്ടനില്ല. അപ്പനോട് കളിക്കുന്ന ആളി എന്നോട് വേണ്ട. ഔദപ്പാപ്പ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്ത് തീർക്കണമെന്നും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വെട്ടിക്കേറി കൊല്ലും ഞാൻ. അപ്പനോടൊപ്പം ഒരു കുടികൂടി വെട്ടാൻ അന്തപ്പനി നാട്ടിൽ ആൾബലം വേണ്ടടാ പട്ടി. ഈ മസിൽ മതി. മസിൽ പിടുത്തം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്തപ്പാ. ഈ ബംഗ്ലാവ് അടക്കം എല്ലാ സ്വത്തുക്കളുടെ അവകാശം കൃഷ്ണനുണ്ണിക്ക് എഴുതി കൊടുത്തിട്ടാ ഔദ പോയത്. നിയമപ്രകാരം ഈ സ്വത്തുക്കളുടെ അവകാശം ഇപ്പൊ ഇവരാ.
ശവാടക്ക് കഴിഞ്ഞാൽ ഇവനല്ല നിങ്ങളാ ഇവിടുന്ന് ഇറങ്ങേണ്ടത്. എന്താ കളിക്കുന്നത്? ഉണ്ടക്കണ്ണി, നിനക്ക് ആ മരം കൊണ്ട് സമാധാനമായല്ല. വീക്ക് ഞാൻ ഏതാ ഈ മണൽച്ചാക്ക്? അയ്യോ മണച്ചാക്കല്ലോ, ഞാൻ വക്കിച്ചനാ. ഓ അയ്യോ ഇടേ, നിനക്കെന്താ പറ്റി? വല്ലാത്ത പരവേശ, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക്. അതിൽ തൊട്ടുപോരുത്. വെള്ളം പോയിട്ട് അതൊഴിക്കാനുള്ള ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഈ ബംഗ്ലാവിൽ ആർക്ക് വേണോ പരവേശം വരാം. പക്ഷെ ആ പേരും പറഞ്ഞ് വെള്ളം എടുക്കാൻ തൽക്കാലം ഔദപ്പാപ്പ സമ്മതിക്കില്ല. ഔദപ്പാപ്പയുടെ ഒരു തരി മണ്ണോ ഒരു ചില്ലിക്കാശോ എനിക്ക് വേണ്ട. എല്ലാരും ഒരുമിച്ച് നിന്ന് എന്നൊരു തീരുമാനത്തിലെത്തുന്നോ അന്ന് സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ച് നിങ്ങളുടെ പേരിലാക്കി തരാം. പക്ഷെ അത് നിങ്ങൾ മാത്രം വിചാരിച്ച പോരാ. അപ്പന്റെ പണവും മോഷ്ടിച്ച് എന്നോ നാട് വിട്ടുപോയ നിങ്ങളുടെ ഇളയ അനുജൻ പാപ്പിക്കുഞ്ഞു കൂടി ഇരുന്ന് തീരുമാനിക്കണം. പാപ്പിക്കുഞ്ഞു അവൻ നാട് വിട്ടിട്ട് കൊല്ലം ഒരുപാടായില്ലേ? നാട് വിട്ടതല്ലേ ഉള്ളൂ, മരിച്ചുപോയ അറിവൊന്നുമില്ലല്ലോ. അപ്പൊ പാപ്പിക്കുഞ്ഞ് എവിടെയാണെന്ന് കൂടി കണ്ടുപിടിച്ചിട്ട് മതി ഭാഗം വയ്ക്കലൊക്കെ. പക്ഷെ അതെന്നെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ നടത്തിക്കാൻ ആരും വിചാരിക്കണ്ട. അതിന് ഈ കൃഷ്ണനുണ്ണിയെ കിട്ടില്ല. ആ ഒരു കാര്യം പറയാൻ വിട്ടു. നിങ്ങൾ ആരും ഇനി ഇവിടെ അല്ല താമസിക്കുന്നത്. ഔദപ്പാപ്പയ്ക്ക് വേറെ 4 ബംഗ്ലാവുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ബംഗ്ലാവിലേക്ക് ഇന്ന് തന്നെ താമസം മാറ്റണം. ഇതുവരെ ഔദപ്പാപ്പയെ വന്ന് കാണാത്ത ഒരു മക്കളെയും ഇവിടെ താമസിപ്പിക്കരുതെന്ന് ഔദപ്പാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതനുസരിച്ചേ പറ്റൂ. എല്ലാരും പോയി കഴിഞ്ഞ് മുറി മുഴുവനും അടിച്ചു വാരി പൂട്ടി താക്കോലും കൊണ്ട് നീ തോട്ടത്തിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാവും. ഉത്തരവ്. എന്റെ കർത്താവേ, വിരലും പൊക്കി പിടിച്ചുകൊണ്ടുള്ള കെടുപ്പ് കണ്ടല്ലേ? ചത്തുപോയി. ഇല്ലായിരുന്നെങ്കിൽ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അപ്പൻ അടയ്ക്കാൻ മതി. മക്കളുടെ സഹായം ഇല്ലാതെ അവൻ അപ്പൻ അടക്കുന്ന എനിക്കൊന്ന് കാണണം. എന്താടാ, ഭാഗം ഇപ്പൊ കഴിഞ്ഞിട്ട് അപ്പൻ അടയ്ക്കാ പോരെ? അത് മതി. അപ്പനെ അടയ്ക്ക അവന്റെ മേലുള്ള നമ്മുടെ പിടുത്തം പോവും. അത് പാടില്ല എന്തപ്പാ, എത്രയും പെട്ടെന്ന് നടക്കണം. പാപ്പിക്കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്നല്ലേ അവൻ പറഞ്ഞത്. എന്നാ പിന്നെ പാപ്പിക്കുഞ്ഞു കൂടെ ഒന്ന് അപ്പനെ കാണട്ടെ. അവനും അപ്പനെ കാണാൻ മോഹം ഉണ്ടാവില്ലേ? പാപ്പിക്കുഞ്ഞിനെ എവിടാന്ന് വെച്ചാ തിരക്കുന്നേ? അച്ഛന്റെ ഉപദേശം ഇല്ലാതെ അപ്പച്ചനെ ചതി ഞങ്ങളോട് ചെയ്യില്ല. സത്യത്തിൽ അച്ഛനല്ലേ ഞങ്ങൾ ചതിച്ചത്. അല്ല, ഇതിനെല്ലാം കാരണം അന്തപ്പേട്ടന. അപ്പച്ചൻ എങ്ങനെ ആക്കിയത് അന്തപ്പേട്ടന ഒരാളാ. അല്ല, ഇത് ഔദ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഔദ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അല്ല എന്താ, ഞാനില്ലേ ഔദയ്ക്ക് വേറെ വക്കീലിനെ കിട്ടുകയല്ലേ? വലിയ വർത്താനൊന്നും പറയണ്ട. അച്ഛനും അപ്പച്ചനും ഒറ്റക്കെട്ട. ചതി പറ്റിയത് ഞങ്ങൾക്കാ. ഒന്ന് പോയാ എന്നതായി കാണിക്കുന്നത്? നീ മിണ്ടാതിരി. ഇതെങ്ങനെ ഒന്ന് അടയ്ക്കുന്നേ? അത് അപ്പച്ചൻ അടച്ചോളും. മക്കളെ കാണാൻ വേണ്ടി തുറന്നാ ഒന്ന് നേരാമണ്ണം കണ്ടോട്ടെ. അടുത്തോട്ട് ചെല്ലേ. ഇനി എന്തൊക്കെയാ സംഭവിക്കുക എന്റെ ഈശ്വര? ഞാൻ ഇനി ബംഗ്ലാവിൽ നിൽക്കുന്നില്ല. നീ നിൽക്കണം. ഔദപ്പാപ്പ ഉണ്ടായിരുന്ന പോലെ ഇവിടുത്തെ ജോലികൾ ചെയ്യണം. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അവര് കൃഷ്ണനുണ്ണി ഉപദ്രവിച്ചാലോ? ഇത് കണ്ടോ, ഔദപ്പാപ്പയുടെ ബൈക്കാ. ഇതിലിങ്ങനെ കിടക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഔദപ്പാപ്പ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഓർമ്മയാ എനിക്ക് രക്ഷ തരാൻ ആ ഓർമ്മ മതി. നീ ഉള്ളതൊരു ആശ്വാസ. നീ വരാതിരിക്കരുത്. ഔദപ്പാപ്പയുടെ ശരീരം നമ്മുടെ മുമ്പിൽ നിന്ന് ഇല്ലാതാവുന്നത് വരെ നമ്മളൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ആ മനസ്സറിയണം. എന്റെ നഷ്ടം നിനക്കറിയില്ല. ആ മനുഷ്യൻ എൻ്റെ ആരാണെന്ന് എനിക്കറിയില്ല. എന്തിനെന്നെ ഇങ്ങനെ സ്നേഹിച്ചു എന്നും എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഔദപ്പാപ്പ എനിക്ക് ഈശ്വരനപ്പുറമാണ്. ഈശ്വരനപ്പുറം. നീ നോക്കിക്കോ. സ്വത്തുക്കൾ മുഴുവൻ ഭാഗം വച്ച് മുറിച്ചെടുത്ത് കക്ഷത്തിൽ വച്ച് അമേരിക്കയ്ക്കും കാനഡയ്ക്കും ജർമ്മനിക്കും തിരിച്ചു പോകുന്നതിന് മുമ്പ് അപ്പനെ എത്രമാത്രം ഒറ്റപ്പെടുത്തിയിരുന്നുവെന്ന് ഈ മക്കളെ ഞാനൊന്ന് ശരിക്കും പഠിപ്പിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ആ പാവം മനുഷ്യനെ ഇത്രയും കാലം ഔദപ്പാപ്പ എന്ന് വിളിച്ചത്? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവരെന്നെ കൊല്ലില്ല. കൊന്നു കഴിഞ്ഞാൽ അതോടെ ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ നിനക്കുള്ളതാവും. എനിക്കോ? അതെ, നിനക്ക്.
അവരെന്നെ കൊല്ലുമെന്നുള്ള ഭയം ഉണ്ടെങ്കിൽ നീ പറ. അവർ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴുത്തിൽ ഞാനൊരു താലി കെട്ടും. പിന്നെ എന്നെ അവർ കൊല്ലില്ല. കൊന്നാൽ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിന്റേതായി മാറുമെന്ന് അവർക്കറിയാം. വേണ്ട, കൃഷ്ണനുണ്ണിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ? കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, കൊല്ലാൻ സമ്മതിക്കണ്ട. മിന്നേട്ട സമ്മതിച്ചൂടെ?